നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഗുരുവിൻ്റെ കോമ്പിനേഷൻ രാഹുവുമായിട്ട് വന്നാൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഒരുപാട് പേരുദോഷം കേട്ടൊരു കോമ്പിനേഷനായത്. ഗുരുചണ്ഡാള യോഗം, ഗുരുത്വദോഷ യോഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ഉള്ള ഒരു യോഗമാണ്. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഗ്രഹത്തിൻ്റെ ബലവും ഇവർ യോഗം ചെയ്ത് നിൽക്കുന്ന രാശിയും അനുസരിച്ചാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ഇതൊരു നല്ല യോഗമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ രാഹു നിൽക്കുന്ന ഭാവം കൂടുതൽ എഫേർട്ട് ഇട്ടാലും നമുക്കത് കിട്ടും എന്നുള്ളതാണല്ലോ. അപ്പോൾ അത് വ്യാഴത്തിൻ്റെ രീതികൾക്കനുസരിച്ച് ആക്കിയെടുക്കാൻ സാധിച്ചാൽ വളരെ നന്നായിരിക്കും. ഒന്നാമത്തേത് രാഹു എന്ന് പറഞ്ഞ സ്മോക്കാണ്. രാഹു ഈസ് എ സ്മോക്ക്. രാഹു ഈസ് ആൻ ഒബ്സഷനാണ് രാഹു. അപ്പം അതിനോടൊപ്പം സർവേശ്വര കാരകത്വമുള്ള, വിസ്ഡത്തിൻ്റെ കാരകത്വമുള്ള ഒരു ഗ്രഹം യോഗം ചെയ്യുമ്പോൾ വിസ്ഡം എന്ന ഗുരുവിലേക്ക് പോകാതെ നമുക്കൊരിക്കലും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒരു സബ്ജക്റ്റിലേക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ചില കാര്യങ്ങളിലേക്ക് നമ്മൾ കയറി അങ്ങ് ഫാൻറ്റസി കാരണം ഒബ്സസ്ഡ് ആവും. ആ സമയത്ത് ചിലപ്പം നമ്മൾ പഠിച്ചു വെച്ച ഗുരു ആശയങ്ങൾ, നമ്മൾ പഠിച്ചു വെച്ച രീതികൾ, നമ്മൾക്കുള്ള പല കപ്പാസിറ്റികളും നമ്മൾക്കവിടെ നഷ്ടമാകുന്നതായിട്ടും അനുഭവം. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഗുരുത്വദോഷ യോഗം എന്ന് പറഞ്ഞത്. ഗുരുവിനെ ഉപദ്രവിച്ചാലൊന്നും ഒരു നല്ലൊരു ഗുരുവാണെന്നുണ്ടെങ്കിൽ അവരുടെ ആശയത്തിൽ നിന്ന് മാറിപ്പോയെന്നൊന്നും പറഞ്ഞ് അവർ ഉപദ്രവിക്കത്തൊന്നുമില്ല. അവൻ്റെ സമയം എന്ന് പറഞ്ഞ് അവർ തള്ളും. ഇവിടെ ഗുരുത്വദോഷ യോഗം എന്ന് പറയുന്നത് നേച്ചർ നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തരുന്ന സബ്ജക്റ്റുകളെ നമ്മൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാതെ, നമ്മൾ ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത, ഒരു അറ്റൻഷൻ അധികം വേണ്ടാത്ത ഒരു ഏരിയയിലേക്ക് നമ്മളുടെ ശ്രദ്ധ തിരിച്ചു പോകുമ്പം ഈ പറയുന്ന ഗുരുവും സർപ്പവും യോഗം ചെയ്തിരിക്കുന്ന ആ ഭാവം വഴിയായിരിക്കും ആ വിഷയം വരുന്നത്. പക്ഷേ അതങ്ങനെ ശ്രദ്ധ പോകുമ്പം ഒരു വലിയ ചാൻസാണ് പരാജയത്തിനുള്ളത്. ഇത് ഒരു ഓർമ്മയിലിരിക്കണം. ജൂപ്പിറ്ററിനാണ് ബലമെങ്കിൽ, വ്യാഴത്തിനാണ് ബലമെങ്കിൽ വ്യാഴത്തിൻ്റെ കാരകത്വത്തിലേക്ക് രാഹു തിരിയും. അതിലൂടെ വലിയൊരു വളർച്ചയിലേക്ക് നയിക്കും. വ്യാഴത്തിന് ബലക്ഷയവും രാഹുവിനാണ് ബലക്കൂടുതലും. അതുപോലെ തന്നെ രാഹു ഈ ശൈവ നക്ഷത്രങ്ങളിൽ ശൈവ ഗ്രഹങ്ങളുടെ ഈ ശനിയുടെ രവിയുടെയൊക്കെ നക്ഷത്രത്തിൽ നിന്ന് നല്ല ക്രൂരനാണ്. അപ്പം അവിടെ വ്യാഴത്തിന് ബലക്കുറവ് വരികയും ശൈവ നക്ഷത്രങ്ങൾ ശൈവ ഗ്രഹങ്ങളുടെ ശൈവ തത്വങ്ങളുടെ സ്വാധീനമുള്ള ഗ്രഹങ്ങളുടെ മണ്ടയ്ക്ക് നിൽക്കുന്ന രാഹു പറയുന്നത് ഉഗ്രനാണ്, ക്രൂരനാണ്. അപ്പം അവർ തമ്മിൽ യോഗം ചെയ്യുമ്പോൾ നല്ല ഉടായ്പായിട്ട് മാറും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോയിന് രണ്ട് വശമുണ്ടെന്ന് പറഞ്ഞാൽ രാഹുവിൻ്റെ മോശം വശങ്ങളായിരിക്കും കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വയം ഗുരു, തന്നെത്താൻ മോങ്ക്, തന്നെത്താൻ ബ്രഹ്മചാരി, മോഡേൺ സ്പിരിച്വാലിറ്റി ഉണ്ടല്ലോ, ന്യൂ ഏജ് സ്പിരിച്വാലിറ്റിയിലൊക്കെയുള്ള നല്ല ഉടായ്പകൾ പലരും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ജൂപ്പിറ്റർ രാഹു കോമ്പിനേഷൻ ആയിരിക്കുന്നത്. കാരണം അവരുടെ അടുത്തേക്ക് വരുന്ന പലർക്കും നല്ല സ്പിരിച്വൽ ഇതുണ്ട്, പക്ഷേ ഒന്നിനെ അംഗീകരിക്കാൻ വയ്യ, ഒന്നിനോടും ഒരു താല്പര്യമില്ല. ഓൺലി ജസ്റ്റ് വൈബ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ചുറ്റുപാടുമുള്ളവർക്കെല്ലാം ദുരിതങ്ങളും ഉണ്ടാക്കി ജീവിതത്തിൻ്റെ നല്ല കാലങ്ങളെല്ലാം പാഴാക്കി പോയിട്ട് ആവശ്യമില്ലാത്ത ഫാൻറ്റസികളിലൊക്കെ പോയി പെട്ട് നശിച്ചില്ലാതാവുന്ന അനവധി പേർക്കൊരു പക്ഷേ ഈ ഗുരുചണ്ഡാള യോഗം, അതായത് സ്പിരിച്വാലിറ്റിയുടെ പേരിൽ നശിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ എപ്പോഴും അതുകൊണ്ട് പറയും, പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഒരു വ്യക്തി നന്നാവണം എന്നില്ല. ഞാൻ ഭയങ്കര ഭഗവാനാണ് എൻ്റെ ജീവിതം, ഭഗവാനില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ജീവിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ അതിനോടൊപ്പം വ്യക്തിത്വവും കൂടി ഇതാവണം. ഇല്ലെങ്കിൽ ഭഗവാൻ മാത്രമാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞിരുന്ന ആളാണ് രാവണൻ. കഠിനമായ തപസ് ചെയ്തിരുന്ന ആളാണ് മഹിഷാസുരൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞ ലാദൻ പോലും വളരെ ശക്തമായിട്ടുള്ളൊരു ദൈവീകമായി പറയുന്ന ഒരു ഫിലോസഫിയെ ബേസ് ചെയ്തിട്ടാണ് ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് കണ്ടെത്തിയത്. മനസ്സിലാവുന്നുണ്ട്. അപ്പം രാവണൻ വളരെ ബ്രൂട്ടലായിട്ടുള്ള ആളായിരുന്നു പല കാര്യങ്ങളിലും, മഹിഷാസുരൻ വളരെ ബ്രൂട്ടലായിട്ടുള്ള ആളായിരുന്നു, കംസൻ ബ്രൂട്ടലായിട്ടുള്ള ആളായിരുന്നു. ഇവരൊക്കെ ദൈവവിശ്വാസികളും ആയിരുന്നു എന്നുള്ളതും കൂടി ഓർക്കുക. അപ്പം ഗുരുചണ്ഡാള യോഗം വരുമ്പം ബ്രൂട്ടൽ ആവാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മറ്റുള്ളവരുടെ
ഫിലോസഫി, കാലദേശങ്ങൾക്കനുസരിച്ചുള്ള ഫിലോസഫികൾ ആൾക്കാരെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വേണം ഇടപെടാൻ. പൊതുവെ പിടിവാശി, സ്വന്തം ആശയത്തിലുള്ള അതിശക്തമായിട്ടുള്ള വ്യക്തത, ചിലർക്ക് ഇവിടെ വ്യാഴത്തിനാണ് ബലം വരുന്നതെന്നുണ്ടെങ്കിൽ പിടിവാശി വരും, ഒരു ഗർവ്വമുണ്ടാവും, സ്വന്തം ആശയത്തിലുള്ള വ്യക്തത, ഉറപ്പ്. ഇത് രാഹുവിനാ ബലം വരുന്നെന്നുണ്ടെങ്കിൽ ഇത് നെഗറ്റീവായിട്ടായിരിക്കും. ഇതേ സാധനം തന്നെ ഈ പിടിവാശിയും ഈ വ്യക്തതയും ആശയത്തിലുള്ള വ്യക്തതയും എല്ലാം നെഗറ്റീവായിട്ടായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ കാലത്തിന് മുകളിൽ സഞ്ചരിക്കുന്ന ആശയങ്ങൾ ഇവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഫ്യൂച്ചറിനെ പ്രസൻ്റായിട്ട് കണ്ട് ജീവിക്കുമ്പം ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളുമുണ്ട്. കാരണം ഫ്യൂച്ചർ നടക്കാൻ പോകുന്ന ഇവരുടെ ഉള്ളിൽ നേരത്തെ അങ്ങ് ആവും. അതിനകത്ത് വ്യാഴം ബലപ്പെട്ട് അവരൊരു ഫ്യൂച്ചറിലൊരു കാര്യം തീരുമാനിച്ചിറങ്ങി അതിനെ ധാർമ്മികമായിട്ട് കൊണ്ടുപോകും. തൻ്റെ ഗുരു പറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ ധർമ്മബോധത്തോടു കൂടി ഇതിനെ കൊണ്ടുപോകണം. തൻ്റേതായിട്ടുള്ള ഈ കാലഘട്ടത്തിന് ചേരുന്ന യാഥാസ്ഥികതയെല്ലാം മാറ്റിമറിക്കും രാഹു ഗുരു കോമ്പിനേഷൻ. അപ്പം മാറ്റിമറിച്ച് മുന്നോട്ട് പോകുമ്പം തുടക്കം കല്ലെറിയപ്പെടും. സ്വന്തം ഫാമിലിയിൽ നിന്ന്, ആദ്യം ചേർന്ന് നിൽക്കുന്നവരിൽ നിന്നുമാണ്, പിന്നെ പിയർ ഗ്രൂപ്പുകളിൽ നിന്നും, സുഹൃത്തുക്കളിൽ നിന്നും, ജോലി ചെയ്യുന്നിടത്തു നിന്നും, എല്ലായിടത്തു നിന്നും കല്ലെറിയപ്പെടും. കാലങ്ങൾക്ക് ശേഷമായിരിക്കും അവരുടെ ആ ആശയം സക്സസ്ഫുള്ളായി വരുന്നതും എന്നുള്ളതും ഒരു ഇതാണ്. ജീസസിനെ പോലെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ പോലെയൊക്കെ ഭഗവാൻ പറഞ്ഞ ആശയങ്ങളൊക്കെ ഇന്നും പലരും എടുത്ത് നെഗറ്റീവായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു അൺകൺവെൻഷണലായിട്ടുള്ള ഒരു രീതി അവർക്കുണ്ട് എന്നുള്ളതാണ്. ഈ അൺകൺവെൻഷണലായിട്ടുള്ള രീതി എന്ന് പറയുമ്പം ഞങ്ങളൊക്കെ അൺകൺവെൻഷണലായിട്ടുള്ള മോഡേൺ സ്പിരിച്വാലിറ്റി, ന്യൂ ഏജ് സ്പിരിച്വാലിറ്റിയിൽ വിശ്വസിക്കുന്നവരാണെന്ന് പറയുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. അവരോട് പറയുന്ന ഒരു കാര്യം കൊണ്ട് അൺകൺവെൻഷണലായിട്ട് ജീവിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, യൂണിവേഴ്സലായിട്ടുള്ള ഒരു കാര്യമുണ്ട്, സത്യം, ധർമ്മം. അത് നിലനിർത്തി കൊണ്ടുപോവുക. അപ്പം ഈ ഗുരുചണ്ഡാള യോഗത്തിൽ വ്യാഴം വർക്ക് ചെയ്യും. ഇത് നിലനിർത്താൻ നിങ്ങൾ അൺകൺവെൻഷണലായിട്ടുള്ള വഴിയിലൂടെ പോയാൽ എന്താവും? അവിടെ രാഹു ആയിരിക്കും കൂടുതലും വർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ഫാൻറ്റസി ആയിരിക്കും, നിങ്ങളെ ഒരിക്കലും ഉയർത്തില്ല. നിങ്ങൾക്ക് അതുകൊണ്ട് ഡിപ്രഷനും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. സമയത്ത് വ്യാഴത്തിൻ്റെ സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പിരിച്വാലിറ്റി കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സോളിൻ്റെ ഉയർച്ചയും നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ഒരു മാറ്റവുമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യവുമാണ്. നിരീക്ഷിച്ച് നോക്കാൻ വിട്ടുതരുന്നു. ഏത് ഭാവത്തിലാണോ ഈ ഗുരുചണ്ഡാള യോഗം വരുന്നത് ആ ഭാവവുമായി ബന്ധപ്പെട്ട് സ്പിരിച്വലായിട്ട് നന്നായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കുക. ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകും, ഒരുപാട് കോൺഫ്ലിക്റ്റുകളുണ്ടാകും. ചുറ്റുപാട് നിൽക്കുന്നവരെല്ലാം പറയും ഭ്രാന്താന്നും വട്ടാന്നും ഒക്കെ. ഇതൊന്നും നോക്കണ്ട, നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. കേതു വ്യാഴം കോമ്പിനേഷനാണ് വരുന്നത്. ഒരു കോൾഡായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിരിക്കും, ഇൻട്രോവേർട്ടാണ്, അതുകൊണ്ടൊരു കോൾഡായിട്ട്. പക്ഷേ രാഹു വ്യാഴം എന്ന് പറയുമ്പം എക്സ്ട്രോവേർട്ടാണ്. ചെയ്യാനായിട്ട് ഇറങ്ങണം, ചെയ്യണം എന്ന് വിചാരിക്കുന്നവരായിരിക്കും. ആ സമയത്താണ് ഇയാളിതെന്തൊക്കെയായി ചെയ്ത് കൂട്ടുന്നത്, ഇയാളിതെന്താണ് ഈ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. ചിലപ്പോൾ ഒരു പക്ഷേ ഗുരു പോലും, ഗുരുചണ്ഡാള യോഗമല്ലേ, അപ്പം ഗുരു പോലും, അച്ഛനമ്മമാർ, ഗുരുത്വം, നമ്മൾ വേണ്ട എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെടുന്നൊരു സാഹചര്യം വരും. ശനിയുടെ രാശിയിലാണ് ഈ യോഗം വരുന്നതെങ്കിൽ പോംപോസിറ്റി. ചന്ദ്രൻ്റെ രാശിയിലാണ് ഈ യോഗം വരുന്നതെങ്കിൽ ഫുഡ് ഇഷ്യൂസ്, ഭയങ്കരമായിട്ട് ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. ജൂപ്പിറ്ററിൻ്റെ രാശിയിൽ തന്നെയാണ് വരുന്നതെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ഇഷ്യൂസ്, റിലീജിയസ് ഭാഗത്തു നിന്നും ഇവരെന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നോക്കിയാലും ഇവർക്കൊരു സപ്പോർട്ട് കിട്ടാത്തൊരവസ്ഥ, ഇതൊക്കെ വരും. ഏത് ഭാവത്തിലാണോ ഈ യോഗം വരുന്നത് ആ ഭാവത്തിനൊരു സ്ഥിരത കൊടുക്കത്തില്ല. രാഹു 10ാം ഭാവമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സ്ഥിരതക്കുറവായിരിക്കും, പ്രത്യേകിച്ച് ഒരു കോമ്പിനേഷൻ വന്നാൽ. ഈ ഗുരുചണ്ഡാള യോഗത്തിൻ്റെ ഒരു പ്രത്യേകത, ഗുരു രാഹു യോഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ഥിരത കുറയും എന്നുള്ളതാണ്. ആ ഭാവമായിട്ട് എത്ര ശ്രമിച്ചാലും അത് ഗ്രോ ആയി വരാൻ കുറേ സമയമെടുക്കും. തൽനിമിത്തം ഡിപ്രഷൻ, അതുപോലെ തന്നെ പകൽക്കിനാവുകൾ കാണുന്നവരായിരിക്കും, ഭാവിയെക്കുറിച്ച് ആലോചിച്ച് വിഷ്വലൈസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരായിരിക്കും. അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ആവശ്യമില്ലാത്ത ഒബ്സഷൻസൊക്കെ വന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ലക്ഷ്യം മാറി നിങ്ങൾ വേറെ കാര്യത്തിലൊന്നും പോയി ഇടപെടരുത്. കാരണം ഇതൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. മറ്റുള്ളവരുടെ പ്രശ്നമൊക്കെ എടുത്തങ്ങ് തലയിൽ വെച്ചിട്ട് ഇതൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, ഈ പ്രശ്നങ്ങളൊക്കെ ഞാൻ തന്നെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് പോയിട്ട് വലിയ പ്രശ്നങ്ങളായി ചിലപ്പോൾ അതൊക്കെ സോൾവ് ആവുമായിരിക്കും. സോൾവ് ആയി കഴിഞ്ഞാൽ അവരങ്ങ് പോകും. നിങ്ങളുടെ സമയവും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിലപ്പെട്ട ഒരുപാട് കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടമാവും. ഒരു പോസിറ്റീവ് ജൂപ്പിറ്ററിൻ്റെയും രാഹുവിൻ്റെയും ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രൈഡും
താൻ ചെയ്യുന്ന വിഷയത്തിലുള്ള കോൺഫിഡൻസ്, സ്പിരിച്വാലിറ്റി വിട്ടവർക്ക് നിൽക്കാൻ പറ്റില്ല. ഒരു ലെവൽ കഴിയുമ്പം അതിലേക്ക് എത്തിയേ പറ്റൂ. അതുപോലെ തന്നെ ആ ഒരു സ്നേഹം, കോൺഫിഡൻസും ഒക്കെ ഇവരുടെ ഒരു മുഖമുദ്രയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചേർന്ന് നിൽക്കുന്നവരാര് തന്നെയായാലും സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത പണികൾ ചെയ്ത് ജീവിതം നശിപ്പിച്ച് കളയരുത് എന്നുള്ളൊരു റിക്വസ്റ്റ് ഉണ്ട്. അവിടെ നിങ്ങൾ ഭഗവാനെ നന്നായിട്ട് ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. രാഹുവിന് ബലം കൂടി കഴിഞ്ഞാൽ ജലസി, ജഡ്ജ്മെൻ്റൽ റിസൻമെൻറ്റ്സ്, പെട്ടെന്ന് ക്വിക്കായിട്ട് ഗെറ്റ് റിച്ച് ക്വിക്ക്, പെട്ടെന്ന് തന്നെ സാമ്പത്തികമായിട്ട് വളരണം, സ്പീഡ്, ഒരുപാട് സീക്രട്സുകൾ, രഹസ്യങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ചില കഴിവുകൾ, ഒബ്സഷൻ ഇൻ ഫേമസ് ലൈഫ്, വലിയ എല്ലാവരും അംഗീകരിക്കുന്ന, എല്ലാവരും അറിയപ്പെടുന്ന ഒരു ജീവിതത്തോടുള്ള ഒബ്സഷൻ, ക്രേവ് ചെയ്യും, ഫെയിമിന് വേണ്ടിയിട്ടുള്ള ക്രേവിങ്, മണി, പവർ, കംഫർട്ട് സോൺ, ഇതിനോടൊക്കെ ഉള്ളൊരു സ്നേഹം, അടുപ്പം, ഇതെല്ലാം ഇവർക്കുണ്ടാവുകയും ചെയ്യും കേട്ടോ ശ്രമിച്ചാൽ. പക്ഷേ നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും. ഈ ഡെപ്റ്റുകളെ ഓവർകം ചെയ്ത് രാഹു വ്യാഴ കോമ്പിനേഷനെ ഭംഗിയാക്കി എടുക്കാനുള്ള സൊല്യൂഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ ഒരു മീനിങ് ഫുൾ ഗോൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ അത് വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിലേക്ക്. അത് വന്നു ചേരുമ്പം അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവും. ക്ലാരിറ്റി കിട്ടിക്കഴിയുമ്പം ഒരിക്കലും ചേരുന്ന ഒരു സർക്കംസ്റ്റാൻസസ് ആയിരിക്കത്തില്ല ചുറ്റും. പക്ഷേ നിങ്ങൾ ഇറങ്ങണം, റിസ്ക് എടുക്കണം. റിസ്ക് എടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ഒരു വ്യാഴവട്ടക്കാലം 12 വർഷം കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറിക്കൊണ്ടേയിരിക്കും. ഒരു കാര്യം കൂടെ ചെയ്യണേ, ഗുരുചണ്ഡാള യോഗ ഉള്ളവർക്ക് ഞാൻ എല്ലാവരുടെയും പറഞ്ഞു കൊടുത്ത് വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. ഒന്ന് വിഷ്ണുപ്രീതി വരുത്തണം, സർപ്പപ്രീതി വരുത്തണം. ഇത് രണ്ടും ചെയ്യണം. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, രാഹുർദശയോ വ്യാഴദശയോ വരുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാ വർഷവും അല്ലെങ്കിൽ കഴിയുമ്പോഴൊക്കെ നിങ്ങൾ തിരുപ്പതി പോയി തൊഴുതിട്ട്, കാളഹസ്തി ക്ഷേത്രത്തിൽ പോയി തൊഴുത് രാഹുകേതു പൂജ കഴിച്ച് ഭഗവാന്റെ അടുത്തിരുന്ന് നന്നായിട്ട് പഞ്ചാക്ഷരവും ജപിച്ച് പോരുക. ഓരോ വർഷം കഴിയും തോറും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഭൗതികപരമായിട്ടും ആധ്യാത്മികപരമായിട്ടും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ സക്സസ് ആയിട്ടുണ്ട്. നിങ്ങളെ തള്ളിപ്പറഞ്ഞവരെല്ലാം നിങ്ങളെ ചേർത്ത് നിർത്താൻ ഉള്ള സാഹചര്യം ഭഗവാൻ ഉണ്ടാക്കിത്തരും എന്നുള്ളത് ഉറപ്പാണ്. രാഹു വ്യാഴ കോമ്പിനേഷൻ എന്ന് പറയുന്നത് മുന്നോട്ട് പോവുക, ഈശ്വരനെ ആശ്രയിച്ച് മുന്നോട്ട് പോവുക. ഏത് ഭാവത്തിലാണോ നിൽക്കുന്ന ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് നന്നായിട്ട് ശ്രമിച്ച് മുന്നോട്ട് പോവുക. ഭഗവാൻ അനുഗ്രഹിച്ചിരിക്കും എന്നുള്ളത് ഒരു സംശയവും വേണ്ട. വല്ലാത്ത ഒരു ഇൻ്റലക്ച്വൽ ലെവലിലേക്ക് നിങ്ങൾ വളർന്ന് കയറുകയും ചെയ്യും. ഈ കോമ്പിനേഷന് ഞാൻ കണ്ടിട്ടുള്ളൊരു ഗുണമുണ്ട്. എന്തറിയാം, എല്ലാ മേഖലകളിലും പുഴുക്കുത്തലുകളുണ്ട്, മോശം ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റിയിൽ നല്ല ആൾക്കാരും ഈ രാഹു ഗുരു കോമ്പിനേഷനിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് വളരെ അടുത്തറിയാവുന്ന പലരും ഉണ്ട്. അതിൽ അവരുടെ ജാതകം പരിശോധിക്കുമ്പം അവിടെ വ്യാഴത്തിനായിരിക്കും ബലം. വ്യാഴം ലഗ്നാധിപൻ്റെ നക്ഷത്രത്തിലായിരിക്കും, അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ രാശിയിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. വ്യാഴം ചിലപ്പം വക്രമായിരിക്കും, റെട്രോഗ്രേഡ് ആയിരിക്കും. പൂർവ്വജന്മത്തിലെ ഇൻകംപ്ലീറ്റഡ് ആയിട്ട് അവർ കൊണ്ടുവരുന്ന അതൊക്കെ. അപ്പം നല്ല ബലമായിരിക്കും വ്യാഴത്തിനോട്. വ്യാഴത്തിൻ്റെ ബലത്തിൻ്റെ 7 അയലത്ത് പോലും വരാൻ രാഹുവിന് കഴിയില്ല. അതേ സമയത്ത് തന്നെത്താൻ ഗുരു, താനാണെല്ലാം. ഈ സാഹചര്യങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ്റെ സെൻസ് ഉണ്ടല്ലോ, ഇന്ദ്രിയ വിഷയങ്ങളെ, വാസനകളെ, രാഗദ്വേഷങ്ങളെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മോഡേൺ സ്പിരിച്വാലിറ്റിയിൽ കാണിക്കുന്ന ഒരുപാട് ഫാൻറ്റസി ഡ്രാമാസ് ഉണ്ട്. അതൊക്കെ അവരെ ഒരു ലെവലിലേക്ക് എത്തിച്ചിട്ട് നശിപ്പിച്ചു കളയുക. ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ താഴേക്കാണ് അവർ പോകുന്നത്. കുറച്ച് കഴിയുമ്പം അത് അവർ തിരിച്ചറിയുന്നത് ഒരു നല്ല പ്രായം എത്തിക്കഴിയുമ്പോഴായിരിക്കും. ആ ചോരയും നീരുമുള്ള കാലഘട്ടത്തിൽ അത് അറിയില്ല. ഒരു പ്രായം എത്തിക്കഴിയുമ്പോഴായിരിക്കും തിരിച്ചറിയുന്നത്. അങ്ങനെ മിസ്ലീഡ് ചെയ്യുന്ന പലർക്കും ഈ ഗുരുചണ്ഡാള യോഗമുണ്ട്. അതിൽ അവർക്ക് രാഹു ആയിരിക്കും ബലം. ഇതും കൂടി നിങ്ങളൊന്ന് നിരീക്ഷിച്ച് നോക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.